സിദ്ധാശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആനന്ദതീർത്ഥൻ. ആനന്ദതീർത്ഥന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ആനന്ദശേണായി. കേരളഗാന്ധി എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരാണ്? കെ. കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ. കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി പന്തിഭോജനം നടത്തിയത് ആരാണ്? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? സുബ്ബരായൻ. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ്? തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി എന്നിവരുടെ ഗുരുവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? തൈക്കാട് അയ്യ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത്? 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തിയ തമിഴ്നാട്ടിലെ നേതാവ് ആരാണ്? ഇ. വി. രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം 1925. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത്? 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ. കെ. ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ സമിതിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1947 1948. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് ആരാണ്? എ. ജി. വേലായുധൻ. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചരിത്രപ്രസിദ്ധമായ സമരം ഏതാണ്? ചാനാർ ലഹള. ചാനാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859. സി. കേശവന്റെ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടന്ന വർഷം 1935. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? സി. കേശവൻ. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? 1932. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രധാന നേതാവും തിരുവിതാംകൂറിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? പട്ടം നാണുപിള്ള. കല്ലുമാല സമരം നടന്ന ജില്ല ഏതാണ്? കൊല്ലം. ആരുടെ സമാധി സ്ഥലമാണ് ചിത്രകൂടം എന്നറിയപ്പെടുന്നത്? അയ്യങ്കാളിയുടെ. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ഏത്? 1928 സെപ്റ്റംബർ 20. കുമാരനാശാൻ രചിച്ച ദുരവസ്ഥ എന്ന കാവ്യം ഏത് പശ്ചാത്തലത്തിലാണ് എഴുതിയത്? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ. കേരളത്തിൽ അവശ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി ആദ്യമായി പള്ളിക്കൂടം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി.